നാം ജീവിക്കുന്ന ഈ ലോകം ശബ്ദമുഖരിതമാണ്. രാവിലെ മുതൽ പലവിധമായ ശബ്ദങ്ങളാണ് നമ്മുടെ ചെവിക്കകത്തേക്ക് തുളച്ചു കയറുന്നത്. പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദം, പുഴ ഒഴുകുന്ന ശബ്ദം, വാഹനങ്ങൾ ഓടുന്ന ശബ്ദം, ഉച്ചഭാഷണിയിലൂടെ വരുന്ന ശബ്ദം, ഫാക്ടറികളിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം, മനുഷ്യൻ്റെ ശബ്ദം, അങ്ങനെ ശബ്ദമുഖരിതമാണ് ഈ ലോകം. ഈ ലോകത്തിൽ ശബ്ദമുഖരിതമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും അത് തിരിച്ചറിയുവാനും പലർക്കും കഴിയാതെ പോകുന്നു എന്നുള്ളതല്ലേ സത്യം. യേശു പറഞ്ഞൊരു വാക്കിവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. കർത്താവ് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം അത് കേൾക്കുവാനും അത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയുവാനും നാം പ്രാപ്തരാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്വന്തം മക്കളുടെ ശബ്ദം അപ്പന് തിരിച്ചറിയാം, അപ്പൻ്റെ ശബ്ദം മക്കൾക്കും തിരിച്ചറിയാം. അടുത്ത് ഇടപഴകുന്നതിലൂടെ, അടുത്തുള്ള ബന്ധത്തിലൂടെയാണ് ശബ്ദം തിരിച്ചറിയുന്നത്. വാസ്തവത്തിൽ ഈ കാലങ്ങളിൽ നാം കേൾക്കുന്നത് ദൈവശബ്ദമാണോ, സ്വർഗീയ പിതാവിൻ്റെ ശബ്ദമാണോ? എന്നോട് സംസാരിക്കുന്നത് എൻ്റെ പിതാവാണെന്നുള്ള തിരിച്ചറിവ് നമ്മിൽ എത്ര പേർക്കുണ്ട്? ഇതൊക്കെ വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ടതല്ലേ? അതോ മറ്റ് ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ദൈവശബ്ദം തിരിച്ചറിയാതെ അതിനെയും നാം അവഗണിക്കുകയാണോ എന്ന് സംശയിക്കണം. ഒരിക്കൽ കർത്താവ് പറഞ്ഞു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലാണ്. അപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞത്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകൾ ആയിരുന്നിട്ടില്ല, പിന്നെ ഞങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് താങ്കൾ പറയുന്നത് എങ്ങനെയാണ്? അതിന് മറുപടിയായി യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം സത്യമായി പറയട്ടെ, പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിൻ്റെ അടിമകളാണ്. എത്രയോ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വചനമാണ് ഇന്ന് നാം ഇവിടെ വായിച്ചത്. പലരും അവകാശപ്പെടുന്നത്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത്, ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കി, ഞങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് പരസ്യമായി അവകാശപ്പെടുമ്പോൾ അവരോട് പലപ്പോഴും അടുത്ത് ഇടപെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ പെരുമാറേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഈ അവകാശവാദം ഉന്നയിക്കുന്ന പലരും യഥാർത്ഥത്തിൽ സ്വതന്ത്രരല്ല എന്ന് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് വെളിവാകുവാൻ കഴിയും. കാരണം അവർ കോപത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ, പകയുടെ, സ്ഥാനമാനങ്ങളുടെ, പണത്തിൻ്റെ, അശുദ്ധ ചിന്തകളുടെ, ദുശ്ചിന്തകളുടെ അടിമത്തത്തിൽ കഴിയുന്നതായിട്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യഹൂദന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾ അടിമകളല്ല, ഞങ്ങൾ ആർക്കും ഇതുവരെ അടിമകളായിട്ട് ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ പറയുന്ന അനുഭവമാണ് പലർക്കുമുള്ളത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നമാണ് ഇന്ന് സഭ അഭിമുഖീകരിക്കുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെ ജീവിക്കുകയാണ് മനുഷ്യർ. ഞങ്ങൾ ഒന്നിൻ്റെയും ആരുടെയും അടിമകൾ അല്ലല്ലോ എന്ന യഹൂദൻ്റെ മനോഭാവം. ഞങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയുമ്പോഴും പാപത്തിൻ്റെ ദാസന്മാരായിട്ട് ജീവിക്കുന്നവർ. വാസ്തവത്തിൽ നാം പലതിൻ്റെയും അടിമകളല്ലേ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമല്ലേ? തീർച്ചയായും അത് ആവശ്യം തന്നെയാണ്.
സത്യം അറിയുന്നവരെ സത്യം സ്വതന്ത്രമാക്കും. ഇത് ജയജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ്. ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ തീർച്ചയായും യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നാം അനുഭവിക്കുവാൻ ആഗ്രഹിക്കണം എന്ന് തന്നെ ആണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. നാം ഏതിനോട് തോറ്റുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോപത്തിൻ്റെ അടിമയാണ്. ദുശ്ചിന്തകളെ നിയന്ത്രിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ അശുദ്ധ ചിന്തകളുടെ അടിമയാണ്. പണമോഹം, സ്ഥാനമോഹം, അധികാരത്തോടുള്ള ആസക്തി, ഇങ്ങനെയുള്ള പാപസ്വഭാവങ്ങൾക്ക് നാം കീഴ്പ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ പാപസ്വഭാവങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ തീർച്ചയായും നാം അടിമകൾ തന്നെയാണ്. യേശു നമ്മളെ ആ അടിമത്തത്തിൻ്റെ നുകത്തെ പൊട്ടിച്ചു കളഞ്ഞ് സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ പാപത്തിൻ്റെ നുകങ്ങൾ, മുറുകെ പറ്റുന്ന പാപത്തിൻ്റെ നുകങ്ങൾ അവിടുന്ന് തകർത്ത് കളഞ്ഞ് എന്നെ സ്വതന്ത്രമാക്കണമേ. പരിശുദ്ധ പിതാവേ, പാപത്തിൻ്റെ അടിമത്തത്തിൽ, ദുശീലങ്ങളുടെ അടിമത്തത്തിൽ, ജഡമോഹങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. പക്ഷേ അവർക്ക് അവരടിമകളാണെന്ന് ബോധമില്ല. ആ ബോധ്യത്തിലേക്ക് അവരെ വരുത്തുകയും അവരെ സ്വതന്ത്രമാക്കുകയും ചെയ്യണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.